ഒരാൾ തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ അയാളുടെ കുറവുകൾ പോരായ്മകൾ പരിഹരിക്കാൻ നമ്മൾ അയാൾക്ക് പല കാര്യങ്ങളും പറയുകയും ഉപദേശിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സത്യത്തിൽ അയാൾക്ക് നമ്മളോടുള്ള അട്രാക്ഷൻ കുറയും. കേട്ടിരിക്കുമായിരിക്കും, നമ്മൾ വിചാരിക്കും കേട്ടിരിക്കുമ്പോൾ നമ്മൾ പറയണതെല്ലാം അയാൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അയാൾക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് വിചാരിക്കും. നമ്മൾ ഇത് തന്നെ പലപ്പോഴും റിപ്പീറ്റ് ചെയ്യും. അത് മിക്കവാറും ബിസിനസ്സിലുള്ളവരും സുഹൃത്ത് ബന്ധത്തിലും ഫാമിലി ലൈഫിലും എല്ലാം ഉടനീളം സംഭവിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. ഭാര്യ ഒരു തെറ്റ് ചെയ്താൽ, ഭർത്താവ് ഒരു തെറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ഭർത്താവ് കുറച്ചും കൂടി നല്ല ക്ലിയർ ആകാൻ, അല്ലെങ്കിൽ ഭാര്യ കുറച്ചും കൂടി ക്ലിയർ ആകാൻ, അല്ലെങ്കിൽ ബിസിനസ്സിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ജോലിയിലുള്ള ആൾക്കാരൊക്കെ ക്ലിയറായി വരാനായിട്ട് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെട്ടിട്ട്, ഒരു ബിസിനസ്സും ജോലിയിലും കൊടുക്കുന്ന ഗൈഡൻസ് അല്ല പറഞ്ഞു, പേഴ്സണലി അവർക്ക് കൊടുക്കുന്ന കുറേ കാര്യങ്ങളും അറിവുകൾ. ഒരു അറിവ് ആപ്റ്റായിട്ടുള്ള ഒരാളിലേക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ അറിവ് നേടുന്നവൻ ആവശ്യക്കാരനായിരിക്കും. അപ്പോൾ ഇവിടെ മനുഷ്യർ പൊതുവേ ചെയ്യണത്, ഒരു അറിവ് കിട്ടിക്കഴിഞ്ഞാൽ ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും വേറൊരാളിലേക്ക് പാസ് ചെയ്യും. നമ്മളെ വ്യക്തിപരമായിട്ട് ബാധിക്കുന്ന രീതിയിലുള്ള നമ്മുടെ ലൈഫിലുള്ള ചില പറച്ചിലുകൾ, പ്രവൃത്തികൾ, ഒരാളെ ശരിയാക്കാൻ, നന്നാകാൻ, അയാൾക്ക് നല്ലത് വരാൻ വേണ്ടി നമ്മൾ ചിന്തിക്കുകയും അല്ലെങ്കിൽ സംസാരിക്കുകയും അയാൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അയാൾക്ക് അരോചകമായിരിക്കും. പക്ഷെ നമ്മളത് അറിയണില്ല. അയാൾ ആഗ്രഹിക്കാണ്ട് എന്നെ കയറിയിട്ട് കുറേ കാര്യങ്ങൾ, നമ്മളുടെ കുറേ ജീവിതാനുഭവങ്ങൾ വെച്ചിട്ടൊക്കെ സംസാരിക്കുക. നമ്മളെ മാനിക്കണമുണ്ട് അവർ നമ്മുടെ മുന്നിൽ നിന്ന് കേൾക്കുമെന്നല്ലാണ്ട് അത് അവർ ഉള്ളിലെടുക്കുകയുമില്ല. അവർ നമ്മളെപ്പറ്റി മറ്റുള്ളവരോട് കുറ്റം പറയുകയും ചെയ്യും. അപ്പം നമ്മളെപ്പറ്റി മറ്റുള്ളവരോട് കുറ്റം പറയുമ്പോൾ നമുക്കത് നെഗറ്റീവ് റിസൾട്ടായി. അതുകൊണ്ട് വേറൊരാൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത് ആപ്റ്റാണോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് അയാൾ ആവശ്യമാണോ, അയാൾക്കത് ആവശ്യമാണോ, അയാളത് ആഗ്രഹിക്കുന്നുണ്ടോ, എന്നിൽ നിന്ന് അത് കേൾക്കാൻ അയാൾക്ക് ആഗ്രഹമുണ്ടോ എന്ന് വിലയിരുത്തിയിട്ട് അയാൾ അതിന് തയ്യാറാണെന്ന് നമുക്ക് 100% മനസ്സിലായാൽ മാത്രമേ നമ്മൾ എന്തെങ്കിലും സംസാരിക്കാൻ പാടുള്ളൂ.